वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। വക്രതുണ്ട മഹാ ഇന്നലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും അതിന്റെ ഭാഗമായി വിശിഷ്ട അതിഥികൾ ധാരാളമായി പങ്കെടുത്ത വലിയ ഒരു സദസ്സ് ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് ഉത്സവത്തിന്റെ രണ്ടാം ദിനം നടക്കുകയാണ്. ഈ ഒരു വേദിയിലെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, അതോടൊപ്പം ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇവിടെ ഈ ഒരു ഗണേശന്റെ ദർശനത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. ഗണേശോത്സവം നാളെയും നടക്കുകയാണ്. ഞാൻ പാലോട്ട് നിന്നാണ് വരുന്നത്. അവിടെയും ഉത്സവം നടക്കുകയാണ്. അവിടുത്തെ തിരക്കിൽ നിന്നാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. രണ്ടാം ദിവസത്തെ ഉത്സവം ഇവിടെ തിരശ്ശീല ഉയരുമ്പോൾ ഇന്ന് നമ്മള് കാതിനെ വളരെ ആനന്ദപൂർണമാക്കുന്ന മനോഹരമായ സംഗീത സദസ്സാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തീർച്ചയായും ചത്തരൂരിന്റെ സാംസ്കാരികമായിട്ടുള്ള തന്മയെ, ആ പെരുമയെ, അതിന്റെ എല്ലാ തരത്തിലുമുള്ള വൈഭവത്തോടുകൂടി ഈ വർഷം അതിന്റെ 10ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും സമാജത്തിന്റെ ഐക്യവും ഒരുമയും അതിന്റെ പെരുമയും ഒക്കെ വാനോളം ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു ഉത്സവത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ താത്വികമായിട്ടുള്ള വശങ്ങളെ കുറിച്ചും, ആ ഗണേശ വിഗ്രഹം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വേരോടുന്ന സാംസ്കാരികമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അതിവിശദമായിട്ട് ഇന്നലെ തന്നെ വത്സേട്ടൻ ഇവിടെ പറയുകയുണ്ടായി. അതുകൊണ്ട് ദീർഘിച്ച ഒരു പ്രഭാഷണം ഇന്ന് നമ്മൾ നടത്തേണ്ടത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, നമ്മുടെ ഭാരതത്തെ ഉജ്ജ്വലമായിട്ടുള്ള ധീരന്മാരുടെ ആ മുന്നേറ്റത്തിന് അവരുടെ മനസ്സുകൾക്ക് ശക്തി നൽകിയ ആ ഒരു ഗണേശ, ആ ഒരു വിഗ്രഹത്തെ ഈശ്വരീയ ശക്തിയോടൊപ്പം ഗണങ്ങളായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും ശക്തിയും ചേർത്തുകൊണ്ട് ഭക്തിയും ശക്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഗണേശോത്സവം നമ്മുടെ രാജ്യത്ത് പ്രധാനം നൽകിയത്. തീർച്ചയായിട്ടും അതിന് അനേക യുഗങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ടെങ്കിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനോടനുബന്ധിച്ചാണ് അതിനൊരു പുതിയ ജീവൻ നൽകിക്കൊണ്ട് ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഗണേശോത്സവം എന്ന ഒരു പരിപാടിയുമായി, അത് ഏതൊരു കാര്യമാകട്ടെ അതിന്റെ ഒരു വിജയം നേടുന്നതിന് ഈശ്വരീയമായിട്ടുള്ള ഒരു ശക്തി ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരമാകട്ടെ മറ്റേതൊരു കാര്യമാകട്ടെ അത് ഭക്തിയോടുകൂടി യോജിപ്പിച്ചുകൊണ്ട് ഭക്തിയും യുവജന ശക്തിയും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ വൈഭവത്തിനായിട്ട് പ്രവർത്തിക്കുക എന്ന ഒരു ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ഗണേശോത്സവം അതിന്റെ വിവിധമായിട്ടുള്ള മാനങ്ങളിലേക്ക് അത് ഉയർന്നു വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ 5 ദിവസത്തെ നീണ്ട ആ ഒരു ആഘോഷ പരിപാടികളുടെ ഭാഗമായി പങ്കെടുക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരാണ്. ഈ ഒരു ആഘോഷത്തിന്, ഈ ഒരു പൂജയ്ക്ക്, ഈ ഒരു ഈശ്വര ആരാധനയ്ക്ക് മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ആരാധനാ പദ്ധതിയിൽ നിന്ന് കുറേയേറെ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും
ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മളിലേക്ക് ഒരു ചിന്തയെ ഉണർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഉത്സവത്തിന്റെ പ്രാധാന്യം. കാരണം നമ്മളെല്ലാം പ്രാപഞ്ചിക ശക്തിയുടെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളൊക്കെ മക്കളാണെന്ന് പറയാം. ഉമാമഹേശ്വരന്മാരായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരുടെ മകനാണ്, പുത്രനാണ് മഹാഗണപതി. ആ ഗണപതിയുടെ പ്രതീകമായിട്ടാണ് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ ഈ ഉത്സവത്തിലൂടെ നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഗണപതിമാരായി മാറുക, നമ്മളെല്ലാം ഈശ്വരീയത ആ ഒരു ആത്മബോധത്തിലേക്ക് നമ്മളെ സ്വയം ഉയർത്തുകയും അങ്ങനെ നമ്മൾ ഈശ്വരന്റെ പ്രാപഞ്ചിക ശക്തിയുടെ ആ ഭാഗമായിട്ടുള്ള ഈശ്വരീയ ഗുണങ്ങളോട് കൂടിയവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഗണേശോത്സവത്തിലൂടെ നമ്മൾ കൈവരിക്കുന്ന മഹത്വം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു സിംബോളിക് ആയിട്ട് നമ്മൾ ഒരു പൂജയും ഒരു ആരാധനാ പദ്ധതിയും നമ്മൾ തിരഞ്ഞെടുത്തു. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഭൂമിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. യു പി സ്കൂളുകളിലൊക്കെ ഭൂമിയെ കുറിച്ച്, നമ്മൾ ഇരിക്കുന്ന, നമ്മൾ കളിക്കുന്ന, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഗ്ലോബ് എന്ന് പറയുന്ന ഒരു ഉരുണ്ട വസ്തുവിനെ ടീച്ചർ മേശപ്പുറത്ത് വെക്കും. എന്നിട്ട് പറയും, ഇതാണ് ഭൂമി. നമ്മൾ ഇരിക്കുന്ന ഭൂമിയിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ടീച്ചർ തന്നെ പറയുകയാണ്, ഈ മേശപ്പുറത്ത് ഇരിക്കുന്നതാണ് ഭൂമി. അതിതാ ഈ കാണുന്നത് ഇന്ത്യയാണ്, ഇത് അമേരിക്കയാണ്, ഇത് വേറെ ചില രാജ്യങ്ങളാണ് എന്നൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ മനസ്സിലെ ഭൂമിയെ കുറിച്ച്, നമ്മുടെ രാജ്യത്തെ കുറിച്ചൊക്കെ ഒരു ചിത്രം ഉണ്ടാകും. പക്ഷെ ആ ചിത്രം, ആ ഭൂമിയെ ഒരു ഗ്ലോബാണെന്നുള്ള ആ സങ്കല്പം അവന്റെ ഉള്ളിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ് എത്തുമ്പോൾ ഗ്ലോബ് കാണേണ്ട ആവശ്യം അവനില്ല. അവനറിയാം അത് എന്താണെന്ന്. ഭൂമിയെ കുറിച്ചുള്ള ഒരു കാര്യം അവനിലെ ഉള്ളിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഗണപതി ഭഗവാന്റെ വിഗ്രഹം കാണിച്ചുകൊണ്ട് അത് ആ കാണുന്ന ആ ശക്തി, ആ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള തപ്തകാഞ്ചന സന്നിധമായിട്ടുള്ള ഏകദന്തനായിട്ടുള്ള ലംബോദരനായിട്ടുള്ള ആ ഈശ്വരീയ സങ്കല്പം ഞാൻ തന്നെയാണ്, തത്വമസിയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട്, നമ്മളെ ബോധവാന്മാരായിക്കൊണ്ട് നമ്മളിലേക്ക് ആ ഒരു തത്വത്തെ ആവാഹിച്ചുകൊണ്ട് 5 ദിവസം നമ്മളെ ഇവിടെ ആ ഒരു ഗുണങ്ങളെ, ആ ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അത് എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ ബൽസേട്ടൻ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ ആ വിഗ്രഹത്തെ കാണുമ്പോൾ നമ്മൾ തന്നെയാണ് ഗണപതി, നമ്മളെല്ലാം ശിവ ഉമാമഹേശ്വരന്മാരുടെ മക്കളാണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയും ആ ഗണപതിയാകുന്ന ആ ഈശ്വരന്റെ ശക്തി നമ്മളിലേക്ക് ഉണർത്തുവാൻ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മൂലാധാര സ്വരൂപനായിരിക്കുന്ന ഗണപതിയുടെ ആ ചൈതന്യത്തെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് നമ്മളെ ഈശ്വരീയമായിട്ടുള്ള ശക്തിയിലേക്ക് നമ്മളെ അങ്ങനെ ഉയരുന്ന ഒരു സംഭവത്തെയാണ് ഗണേശോത്സവം എന്ന് പറയുന്ന ആരാധനാ പദ്ധതിയിലൂടെ വളരെ വളരെ നാളുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് ഭാരതം നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു ആരാധനാ രീതി. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ വിഗ്രഹത്തെ ആർക്കും സ്വയമായിട്ട് പൂജിക്കാം, അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കാം. അങ്ങനെ നമ്മൾ തന്നെ നേരിട്ടിട്ട് ഈശ്വരനുമായിട്ടുള്ള ഒരു നമ്മളെല്ലാവരും അർച്ചകന്മാരായിട്ട് മാറുന്ന, നമുക്ക് എല്ലാവർക്കും ആരാധ്യരായിട്ടുള്ള ഒരു രീതിയിലുള്ള ആരാധനാ സമ്പ്രദായമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എല്ലാ വീടുകളിലും ചെയ്യുന്നു, പല നാടുകളിലും അത് വീടുകളിലാണ് ചെയ്യുന്നത്. എല്ലാ വീടുകളിലും അവരവർ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ ഗണപതിയുടെ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ അരിമാവ് കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ഗണപതിയെ, അത് ഉണ്ടാക്കുന്ന എളുപ്പമാണ്. ഒരു വലിയ ഉണ്ട, അതിന്റെ മുകളിൽ ഒരു ചെറിയ ഉണ്ട വെക്കുക, ചെറിയ 2 കാലുകൾ ഉണ്ടാക്കുന്നു, കൈകളും വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ണി ഗണപതിയായി. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഒരു ഗണപതിയെ നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ പ്രതിഷ്ഠിച്ച്, നമ്മൾ തന്നെ അതിനെ ആരാധിക്കുകയും ഏതാനും ദിവസം നമ്മൾ ആ ഈശ്വരീയ സങ്കല്പത്തെ
കണ്ണാടിയിൽ കാണുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ ആ സർവഗുണങ്ങളോടും കൂടിയ ഗണപതി ഭഗവാനെ നമ്മൾ മുന്നിൽ കാണുകയാണ്. അങ്ങനെ എല്ലാ ഈശ്വരീയമായ ശക്തിയും നമ്മളിലേക്ക് നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കി നമ്മളിലേക്ക് അത് പടിപടിയായി ആവാഹിച്ചുകൊണ്ട് നമ്മൾ ആ ശക്തിയെ നേടുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആ ഗണേശോത്സവം സാമാജിക ഉത്സവമായി മാറി അത് രാഷ്ട്രത്തിന്റെ വൈഭവത്തിലേക്കുള്ള ഒരു കാര്യമായി സാവധാനത്തിൽ പടർന്നു. അങ്ങനെ നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഐക്യത്തിന്, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിനായിക്കൊണ്ട്, നമ്മുടെ സനാതനമായിട്ടുള്ള ഈശ്വരീയ പദ്ധതിയുടെ വികസനത്തിനായിക്കൊണ്ടൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഗണേശോത്സവത്തില് ഈ വർഷവും നമുക്ക് പങ്കെടുക്കാനായിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനം നമ്മുടെ നിമജ്ജന ഘോഷയാത്രയാണ്. എല്ലാവരും മുൻ വർഷങ്ങളിൽ എന്ന പോലെ ഈ വർഷവും ആ യാത്രയില് ആറാട്ടുകടവിലേക്ക്, മണ്ണാർക്കാട് ആറാട്ടുകടവിലേക്ക് ഘോഷയാത്രയായി നീങ്ങുമ്പോൾ ആരും അടിച്ചു നിൽക്കാതെ എല്ലാവരും ഭഗവാനെ അനുഗമിക്കുക. അങ്ങനെ ആ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ആ ഒരു നിബഞ്ജന സന്ദർഭവേള എല്ലാവരും കാണുകയും ഗണപതിയോടൊപ്പം ആ ആറാട്ടുകടവിലെ നമുക്കും ഒന്ന് മുങ്ങി ആ ഒരു സായുജ്യം നേടാനൊക്കെ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ഒരു ദിവസത്തിൽ, രണ്ടാമത്തെ ദിവസമായ ഇന്നത്തെ ഈ ഒരു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇനിയും നമുക്ക് വളരെയേറെ പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ആദരിക്കാൻ വിട്ടുപോയ രണ്ട് വ്യക്തിത്വം അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മുരളി മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा.